ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മധുരൈ പുനല്ലൂർ ഒരു ട്രെയിൻ ജേർണിയാണ് കാണാൻ പോകുന്നത്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ട്രെയിൻ റൂട്ടാണ് മധുരൈ പുനല്ലൂർ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ട്രെയിനിലൂടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സെങ്കോട്ടെ തെന്മല ഇടയ്ക്ക് എവിടെയോ ആണ് നമ്മുടെ ട്രെയിൻ. നമ്മൾ മധുരൈ ഗുരുവായൂർ ട്രെയിനിൽ കയറിയപ്പോൾ ഇടയ്ക്ക് ഇവിടെ പിടിച്ചിട്ടതാ. പക്ഷെ കിടില സ്ഥലം ഗൈസ്. ഇവിടെ മഴയും തണുപ്പും അല്ലേ, സെറ്റ് സ്ഥലം. കിടില. അതെ അതെ, കാണിച്ചു തരാം. എങ്ങോട്ട് സയ്യാ? കണ്ടോ ഗൈസ്, കിടില. കോട കേറി മൂടിക്കിടക്കുക. ഇത്ര മുടിയൊക്കെ അങ്ങോട്ട് വാരി. കോട കേറി മൂടിക്കിടക്കുക. കണ്ടോ, നല്ല കാറ്റും തണുപ്പും. തണുപ്പ് കിട്ടിയ പെട്ടെന്നൊരു ചൂടിന് നമ്മൾ അടുത്ത തുരങ്കം കയറാൻ പോവുകയാണ്. നിങ്ങൾക്ക് അടുത്ത നമ്മൾ തുരങ്കം നമ്പർ 2 പോകാൻ പോവാണ്. അതെ, ഫസ്റ്റ് തുരങ്കത്തിൽ കയറാം. കുഞ്ഞാക്ക് എന്താ ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്? അടുത്ത തുരങ്കത്തിൽ കയറുന്നതിനെ പറ്റി പറയാനുള്ളത്? കുഞ്ഞ സംസാരിക്കത്തില്ല, കാരണം കുഞ്ഞ റോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കും അണ്ണാക്ക് വെക്കാൻ വേണ്ടി. പാത്തുവിന് എന്താണ് പറയാനുള്ളത്? ആ കുപ്പി ഒന്ന് മാറ്റാവോ? പാത്തുവിന് എന്താണ് പറയാനുള്ളത്? വെള്ളം കുടിച്ച് കുറച്ച് ഞങ്ങള് എനർജി സ്വരുക്കൂട്ടി വെച്ചേക്കും. കൊച്ചിക്ക് എന്താ പറയാനുള്ളത്? അടുത്ത തേർഡ് തുരങ്കത്തിനായി ഞങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. കഴിഞ്ഞ തേർഡ്. സയ്യാക്ക് എന്താ പറയാനുള്ളത്? നീ നല്ലപോലെ ഉണ്ടാക്കി വെക്കാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കണം അതിനു വേണ്ടി. കാര്യം പറയട്ടെ. ഇന്നലെ പറഞ്ഞതിൽ വെച്ചിട്ട് എനിക്ക് വളരെ സീരിയസ് ആയിട്ട് പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്. ഈ അലവലാതി ആമിന ഇട്ടിരിക്കുന്നത് എന്റെ പാന്റാണ് ഗൈസ്. എന്റെ പാന്റ്, എന്റെ ബ്ലാക്ക് ജീൻസ്. നാണമില്ലാതെ രാവിലെ ഷർട്ട് കണ്ടോ നിങ്ങൾ? വെളുപ്പാങ്കാലത്ത് എന്നെ വിളിച്ച് വളർത്തിയിട്ട് പാന്റ് ചോദിച്ചേക്കാണ്. കോപ്പി അടിച്ച ആളാണ്. പാന്റ് ഷർട്ട് ഞാൻ പൈസ കൊടുത്താ വാങ്ങിയത്. നീ ഈ ഷർട്ട് ഞാൻ മേടിച്ചപ്പോ അതിന്റെ കൂടെ തന്നെ കോപ്പി അടിച്ചപ്പോ ഈ സെയിം ഞാൻ ആ ഷർട്ട് ആദ്യം സെയിം ഷർട്ട്. നാണോ മാനമില്ലാത്ത കോപ്പി അടിച്ചിട്ട് നാണോ മാനമില്ലാണ്ട് ഈ സെയിം ഷർട്ട് കോപ്പി അടിച്ച് മേടിച്ചതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇല്ല, പറ്റത്തില്ല, ഊരത്തില്ല. അങ്ങനെയാണെങ്കിൽ കുഞ്ഞ് ആ മറ്റേ ഷർട്ട് എനിക്ക് തന്നെ സറണ്ടർ ചെയ്യണം. വെളുപ്പാങ്കാലത്ത് വിളിച്ചുണർത്തി എണീപ്പിച്ചു. സൈക്കിളില്ല, ഞാൻ പൊറക്കില്ല. പാന്റ് കൊണ്ടുവരാൻ മറന്നുപോയിട്ടുണ്ടല്ലേ? അല്ലേ, പാന്റില്ലാന്നെങ്കിൽ ഈ ഉടുപ്പ് ഞാൻ ഷർട്ട് മാത്രമേ ഇട്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും പുരോഗമന ആളാണ് ഗൈസ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. വേറെ ആർക്കും ധൈര്യമില്ല ഗൈസ്. കാണിക്കേ, കൊച്ചേ കാണിക്കേ. ആ അതെ, പേടിച്ച് തൂറി. ഇത് കാണിക്കേ. ഇത് ഗ്രൂപ്പിലൊരു ഷെയർ ചെയ്യാൻ വന്നപ്പോ അവർക്ക് മടിയാണ്. ഇത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. കാരണം ഗൈസ് ഇവർക്കൊന്നും അയച്ചു കൊടുത്താൽ ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ ലീക്ക് ആവുമെന്ന്. യൂട്യൂബിലിട്ട ലിങ്ക് ലീക്ക് ആവുമെന്നാണോ?
യൂട്യൂബിലാവുമ്പോ അവിടെ നിന്ന് കണ്ടോളും. നമ്മള് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഒരു ചർച്ചാ വിഷയമായാലും വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ചർച്ച ചെയ്യുന്നത് ഇവരുടെ പണി ഇപ്പൊ എത്ര കുടുംബശ്രീ എത്ര കുടുംബശ്രീ ഗ്രൂപ്പ്? 4 കുടുംബശ്രീയിലെ സെക്രട്ടറിയാണ്. നാലിന്റെ അഡ്മിൻ ഇങ്ങനെ നാട്ട് കിട്ടുമ്പോഴത്തേക്ക് അതെടുത്ത് പുതിയൊരു ഗ്രൂപ്പ് വല്ല ആവശ്യമില്ലാത്ത സമാധാനമായില്ലേ? കണ്ട പറക്കപ്പഴം പോലെ പാട്ടുപാടുകയായി അന്നാദ്യം കാണുന്ന നേരം സുന്ദരമൊരു സന്ധ്യയിൽ രണ്ടാലിയപ്പൂക്കൾ ചിന്തയിലൊരു ചന്തമുള്ളൊരു ശാന്തിതൻ കനവായി ചിന്തയിലൊരു സന്ധ്യയിൽ രണ്ടാലിയപ്പൂക്കൾ ചിന്തയിലൊരു ചന്തമുള്ളൊരു ശാന്തിതൻ കനവായി നീ വന്നരാവേ ഏകാന്തനായ ആടുവൻ കൂടെ നീലരാവിൽ നീരാർദ്രനായ മുന്നിൽ വന്നു കൊച്ചപ്പയുടെ കൂടെ പിടി
കുടപ്പിടി. ലഹരിയുമായി ഏകഹൃദയവുമായി അങ്ങോളം വാഴുന്നു നമ്മൾ. നിർവൃതിയുടെ പൊൻകതിരുകൾ വീട്ടിടുമേയും ശുദ്ധവിശുദ്ധി വഴിഞ്ഞൊഴുകുന്ന സ്വപ്നമേ നമ്മൾ കാണും. സുന്ദരിയുടെ പൊൻകതിരുകൾ വീട്ടിടുമേയും ശുദ്ധവിശുദ്ധി വഴിഞ്ഞൊഴുകുന്ന സ്വപ്നമേ നമ്മൾ കാണും. നീ വന്ന രാവിൽ സോദാന്തനായി ഞാൻ പാടുവൻ പിന്നെയും കൊതിച്ചുകൊള്ളാനാകും. സ്നേഹാർദ്രനായ നുള്ളിനും മുന്നിൽ വന്ന് വാട്ടിയായി ഭഗവാല ചാത്തി മോഹങ്ങളായി പറന്ന് കയറി മണ്ടയ്ക്ക് ഇരിക്കുന്നു. ദേണ്ട് ഇങ്ങോട്ട് നോക്ക്. ഓ കൊച്ചു ഇത് മഴ ഓ കിടിലോ. അപ്പൊ ഗായ്സ് നമ്മളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാക്ക് ടു കായംകുളം സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.